കൊന്നിച്ചു മിനിസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പീസിൻ്റെ ചാപ്റ്ററാണ് 1155. കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അകത്ത് വൺ പീസിലെ ഒരു ലെജൻഡ് ആയിട്ടുള്ള വൺ പീസിൽ തന്നെ വൺ ഓഫ് ദി മിസ്റ്റീരിയസ് ക്യാരക്ടറായുള്ള റോക്സ് ഡി സെബക്കിൻ്റെ ഫേസ് റിവീൽ കഴിഞ്ഞിരുന്നു. അതുമാത്രമല്ല റോക്സ് ഡി സെബക്കിനെ പറ്റി ചെറിയ ഇൻഫോർമേഷനും കിട്ടി. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഇൻഫോർമേഷൻ ആയിരുന്നു നമ്മുടെ ബ്ലാക്ക് ബീൻ്റെ അച്ഛനാണ് റോക്സ് ഡി സെബക്ക് എന്നുള്ളത്. ആൻഡ് ആ ഒരു ഇൻഫോർമേഷന് കുറച്ചധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായിട്ടാണ് ഓട ഇതുപോലൊരു കാര്യം ചെയ്യുന്നതെന്നാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. അതായത് ഒരാളുടെ അച്ഛനാണ് ഇദ്ദേഹം വന്ന് താഴത്തിങ്ങനെ എഴുതി കാണിക്കുന്നത്. സോ അതിലെന്തോ ഒരു നിഗൂഢത ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുമാത്രമല്ല റോക്സ് ഡി സെബക്കിൻ്റെ പകുതി ഭാഗം ബ്ലാക്ക് ബീഡിനെ ബാക്കി പകുതി ബഗ്ഗിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ട്വിറ്റേഴ്സിൽ കുറേയധികം ഫാൻസായിട്ട് ഒരു തിയറി കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ആ തിയറിക്ക് കുറച്ചുകൂടെ കട്ട് കൂട്ടാവുന്ന ഒരു എലമെൻറ്റ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്തുണ്ട്. സോ അതുപോലെയുള്ള കൊച്ചു ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ഈ വീഡിയോയുടെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞ് ഏറ്റവും അവസാനം അതിനെപ്പറ്റിയും കൂടെ ഞാൻ ഒന്ന് സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്താലും വൺ പീസിൻ്റെ മാങ്ക വയ്ക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അതേപോലെ തന്നെ രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം. നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് ഉറപ്പാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ലൈക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആരും ലൈക്ക് ചെയ്യാറില്ല, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് തരാറുണ്ട്. അതേപോലെ തന്നെ കമൻറ്റ് സെക്ഷൻ്റെ അത് ഇപ്പോൾ മറ്റൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, അത് ഹൈപ്പാണ്. ഞാൻ എൻ്റെ വീഡിയോയുടെ കൊടുത്തേക്കാം. സോ നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ നമ്മുടെ പേജ് ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് റോക്സ് പൈററ്റ്സ് എന്നാണ്. ചുരുക്കം പറഞ്ഞാൽ റോക്സ് പൈററ്റ്സ് ആരാണ് എന്താണെന്നൊക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയുടെ അകത്ത് കാണാനും പോകുന്നത്. അങ്ങനെ കവർ പേജിൻ്റെ അകത്ത് ഒരു കളർ സ്പ്രെഡാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലൂഫിയും ബാക്കിയുള്ളവർ എല്ലാവരും കൂടെ എന്താ പറയുക ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ലൂഫി കിടന്ന് ചാടുന്നുണ്ട്. ഉസോപ്പാട്ടെ അവനെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്നുമുണ്ട്. അങ്ങനെ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അകത്ത് നമ്മുടെ ലോക്കിയോട് റോക്സ് രണ്ട് ചോദ്യം ചോദിച്ചിരുന്നു. ഹാർൽ ഇവിടെ ഉണ്ടോ, പിന്നെ ഇത് എൽബഫ് ആണെന്നോ. സോ അതിനുള്ള ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഈ ചാപ്റ്റർ ഇവിടുന്ന് തുടങ്ങുന്നത്. ലോക്കി പറയുന്നുണ്ട്, അതെ ഇത് എൽബഫാണ്, പക്ഷേ പോപ്സ് ഇവിടെ ഇല്ല, അദ്ദേഹം പുറത്താണ്. സോ നിങ്ങളല്ലേ പ്യൂനി ഹ്യൂമൻസ്, ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. സോ നീ കുറച്ച് ക്യൂട്ടാണല്ലോ. അതുമാത്രമല്ല നീ പോപ്സ് എന്നല്ലേ പറഞ്ഞത്, അതിനർത്ഥം നീ ഹാർലിൻ്റെ മകനാണെന്നാണോ? അതെന്തായാലും കുഴപ്പമില്ല, അവനെ വിളിച്ചു കഴിഞ്ഞാൽ എത്താവുന്ന ദൂരത്തുമല്ലേ ആയിരിക്കും. അതുമാത്രമല്ല അവനെ കോൺടാക്ട് ചെയ്യാനും സാധിക്കുമല്ലോ. അല്ല പറഞ്ഞതുപോലെ നിന്റെ പേരെന്താണ്? ലോക്കി, ഞാൻ പറയുന്ന പോലെ നീ അങ്ങോട്ട് ചെയ്. വേഗം ചെന്ന് ഒരു അർജൻറ്റായിട്ടുള്ള മെസ്സേജ് നിൻ്റെ അച്ഛനയക്ക്. നിനക്ക് സീരിയസ് ആയിട്ട് ഹേർട്ട് ആയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് എൽബിഫിലേക്ക് തിരിച്ചു വരാൻ പറഞ്ഞുകൊണ്ട് ഇതേക്കുന്ന ലോക്കിയായിട്ട് ദേഷ്യം നടക്കുന്ന കാറുന്നുണ്ട്. നീ എന്തിനാണ് എന്നോട് പറയുന്നത്? ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്നെപ്പോലുള്ള വീക്കായിട്ടുള്ളവർ എന്നോട് സംസാരിക്കുന്നതിന് എനിക്കിഷ്ടമല്ല. അല്ല നീ എന്താണ് വിചാരിച്ചത്, എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ തിരിച്ചു വരുമെന്നാ? വരും കുറേ. അതുപോലെ നിന്നെപ്പോലുള്ള വീക്കായിട്ടുള്ളവർ എന്നെ ബോസ് ചെയ്യുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലെന്ന് പറയാൻ നേരത്ത് റോക്സ് അവൻ്റെ ആ ഒരു സോഡ് എടുത്ത് മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. നമ്മുടെ റോക്സിനെ സോഡ്സ്മാൻഷിപ്പ് എന്ന് പറയുന്നത് കുറച്ചധികം യൂണീക്കാണ്. അത് ബാക്കിയുള്ളവരെ പോലെ സ്ലാഷ് ചെയ്യുന്നതല്ല, പകരം അത് ബ്രൂട്ടിലുള്ള ഒരു ഇമ്പാക്റ്റാണ് കൊടുക്കുന്നത്. ഒരു വലിയ ചുറ്റി കൊണ്ട് അടിക്കുന്ന പോലെ, ഒരു കാനോൺ ഫയർ ചെയ്യുന്ന പോലെ അത് പോകുന്ന വഴിയിലുള്ള എല്ലാം തന്നെ, ആ സറൗണ്ടിങ്ങിലുള്ള എല്ലാം തന്നെ അത് ബ്ലോ ചെയ്ത് കളയും. അടുത്ത സെക്കൻഡിൽ തന്നെ ലോക്കിയുടെ കാല് നോക്കി പുഴുക്കാൻ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എന്താ ഇപ്പോൾ ലോക്കി ശരിക്കും ഹേർട്ടായില്ലേ? വർഷങ്ങൾക്ക് മുമ്പ് റെവറിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഹാർലും അതേപോലെ റോക്സും കൂടെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നത് ആ ഒരു ടൈമാണ്. മറീജിയോസ് അവിടെ ഒരുത്തൻ കിടന്ന് കാറുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ആ കിഡ്നാപ്പറിനെ കണ്ടുപിടിക്കണം. 5 രാജാക്കന്മാരാണ് അവൻ കിഡ്നാപ്പ് ചെയ്തിട്ടുള്ളത്. ഉറപ്പാണ് ആ വലിയ മനുഷ്യൻ അവൻ തന്നെയാണ് അതിനെ കുറ്റവാളി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേരിരുന്ന് ബഹളം വെക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ പിന്നെ പോകുന്നത് ഇമ്മൂൻ്റെ അടുക്കലേക്കാണ്. ഇമ്മു പറയുന്നുണ്ട്, ആ 5 പേരുടെ ജീവൻ കൊണ്ട് ഒരിക്കലും ഇമൂനെ നിനക്ക് വിലക്ക് വാങ്ങാൻ സാധിക്കത്തില്ല. ഈ സമയത്ത് ഇമൂൻ്റെ അടുത്ത് ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. അവൻ്റെ കയ്യിലായിട്ട് ഒരു തോക്കുമുണ്ട്. അവൻ പറയുന്നുണ്ട്, അതിന് എനിക്ക് വലിയ ഡൗട്ടൊന്നുമില്ലായിരുന്നു, പക്ഷേ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നിൻ്റെ ഹോളി ലാൻഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ടോട്ടൽ കിയോസിലാണുള്ളത്. അങ്ങനെ ആദ്യമായിട്ടും അവസാനമായിട്ടും ഹോളി ലാൻഡിൽ ഒരു കാര്യമുണ്ടായി. ഒരു ഇൻട്രൂഡർ ഹോളി ലാൻഡിൽ കയറി അവിടുത്തെ ഏറ്റവും ഡീപ്പ് ഹിഡനുമായിട്ടുള്ള ഫ്ലവർ ലൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഇമൂൻ്റെ കൂടെ നമ്മുടെ ഗുങ്കോ ഉണ്ടായിരുന്നു. ആൻഡ് അവൻ പറയപ്പെട്ടിരുന്നത് ഡേവി ജോൺസിൻ്റെ പൈലറ്റാണെന്നാണ്. ആൻഡ് അവന് മനസ്സിലായി ഇനി അവൻ അതിൽ കൂടുതലൊന്നും അവിടെ ചെയ്യാൻ സാധിക്കത്തില്ലെന്ന്. അതുകൊണ്ട് തന്നെ അവൻ കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ട് അവിടുന്ന് വിഡ്രോ ചെയ്യുവാണ്. അത് മറ്റൊന്നുമല്ലായിരുന്നു, നീ കാത്തിരുന്നു, ഒരു ദിവസം ഞാൻ ഉറപ്പായിട്ടും
തിരിച്ചു വന്നതായിരിക്കും. ആൻഡ് ഇവിടെ നമ്മൾ 2-3 കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഇമോൻ്റെ റൂമിൽ വേറെ സോഡൊന്നും കാണാനില്ല. അത് മാത്രമല്ല റോക്സിൻ്റെ സോഡിൻ്റെ ഷേപ്പ് നമ്മൾ കണ്ടതാണ്. ആൻഡ് ഇതിനെപ്പറ്റി നമുക്ക് ഏറ്റവും അവസാനം സംസാരിക്കാം. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഈ ഒരു കാര്യം പുറം ലോകം അറിഞ്ഞതുപോലുമില്ല. ഇത് അവിടെ തന്നെ മൂടി കെട്ടിപ്പോയി. പിന്നെ കാണിക്കുന്നത് സെലസ്റ്റിയൽ ഡാൻസിനാണ്. അവരായിട്ട് കിടന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട്, കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. അതിൽ ഒരാൾ പറയുന്നുണ്ട്, അവനെ നോക്കി, അവൻ ഭയങ്കരതയും വലുതാണല്ലോ, ഒരു നോർമൽ ജൈനെ വെച്ച് നോക്കിയിട്ട് തന്നെ അവൻ ഭയങ്കരതയും വലുതാണ്, എനിക്ക് അവനെ വേണം, അവനെൻ്റെ സ്ലേവായിട്ട് മാറണം. ഇത് മറ്റാരെയും പറ്റിയല്ലായിരുന്നു, നമ്മുടെ ഹാലിനെ പറ്റിയായിരുന്നു. പുള്ളിക്കാരൻ്റെ കത്തുന്നുണ്ടായിരുന്നു, പുള്ളിക്കാരൻ്റെ ശരീരം കിടന്ന് കത്തുമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നുണ്ടായിരുന്നു, പുള്ളിക്കാരൻ നന്നായിട്ട് പൊള്ളുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനല്ല കിഡ്നാപ്പർ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ ഓടുന്നത്. അവിടെ പെട്ടെന്നാണ് ഒരു കാര്യം വിളിച്ചു പറയാൻ തുടങ്ങിയത്. അതായത് അവിടെ ഹോളി ലാൻഡിൽ വെച്ച് ഒരു അഡ്മിറൽ മരണപ്പെട്ടിരിക്കുന്നു. അവനെ കൊന്ന ആൾ കാസിലിൻ്റെ പുറത്തേക്ക് ഓടി വരുന്നുണ്ട്. ഈ ഓടി വരുന്നത് നമ്മുടെ ഹാളിൻ്റെ എതിരെയായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ റോക്സ് ആയിരുന്നു ഓടി വന്നുകൊണ്ടിരുന്നത്. ഈ സമയത്ത് ഹാൾ പറയുന്നുണ്ട്, സോ അവനായിരിക്കും ആ കിഡ്നാപ്പർ. അത് മാത്രമല്ല അവൻ ഇത്ര ധൈര്യം ഉണ്ടായിട്ടാണ് എന്നെ ബലി കൊടുക്കാൻ നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഹാളിൽ വരാൻ നേരത്ത് ഈ സമയത്ത് നമ്മുടെ റോക്സും പറയുന്നുണ്ട്, അതൊരു ജയന്റ് അല്ലേ, അത് ഹോളി ലാൻഡിൽ ഇവനെന്നെ വല്ല വട്ടായോ. വലിയൊരു ക്ലാഷ് തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. അവരുടെ പവർ ഒപ്പത്തിനൊപ്പമായിരുന്നു കട്ടയ്ക്ക് പിടിച്ചു നിൽപ്പുണ്ടായിരുന്നു. ആൻഡ് ആ 2 ക്ലാഷ് എന്ന് പറയുന്നത് നമ്മുടെ റോജറും വൈറ്റ് ബേർഡും പോലെ, കായിഡോയും ലൂഫിയൊക്കെ പോലെ, ഷാങ്ക്സും വൈറ്റ് ബേർഡൊക്കെ പോലെ തന്നെയായിരുന്നു. കാര്യം അത് തമ്മിൽ മുട്ടിയിട്ടില്ല, അവരുടെ സോഡ് തമ്മിൽ മുട്ടിയിട്ടില്ല. അത് മാത്രമല്ല ആ ഹാക്കിയുടെ റേഡിയസ് എന്ന് പറയുന്നത് ഏകദേശം 5 കിലോമീറ്ററും വ്യാപിച്ചു. ഈ സമയത്ത് ഇത് കാണുന്ന റോക്സ് പറയുന്നുണ്ട്, നീ കൊള്ളാലോ, നിന്റെ പേരെന്താ? ഹാർൽഡ്. എങ്കിൽ കേട്ടോ, എൻ്റെ പേര് റോക്സ് എന്നാണ്. നിന്റെ അടുത്ത അറ്റാക്ക് ആ കാണുന്ന ടൗണിൻ്റെ നിര വേണം, അല്ലെങ്കിൽ നീ ഉറപ്പായിട്ടും ഇവിടെ പെട്ടുപോകുന്നതായിരിക്കും. ബ്ലാക്ക് ബെയിലിനെയൊക്കെ അപേക്ഷിച്ച് നോക്കാൻ നേരത്ത് നമ്മുടെ റോക്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു നല്ലൊരു വാരിയർ തന്നെയാണ്. പുള്ളിക്കാരന് സ്ട്രോങ്സ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർലും റോക്സും ഇപ്പോൾ ഒരുമിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുവാണ്. എന്നിട്ട് റോക്സ് ചോദിക്കുന്നുണ്ട്, അല്ലടാ ഞാൻ എങ്ങനെയാണ് എൽബഫിലേക്ക് വരുന്നത്? പിന്നെ ന്യൂ വേൾഡിലേക്ക് പോകേണ്ട വഴിയുണ്ടല്ലോ, അത് നേരെയാണ്. എന്തായാലും ഹാർൽ, ഒരു കാര്യം ചെയ്യാം, നീ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും വീണ്ടും കണ്ടുമുട്ടാവുന്നതാണ്. അടുത്ത സെക്കൻഡ് തന്നെ റോക്സ് ശരിക്കും ഞെട്ടിത്തരിച്ചുപോയി. കാര്യം നമ്മുടെ ഹാളിൽ റെഡ് ലൈനിന്റെ മുകളിൽ കൂടെ ചാടിയിട്ടുണ്ട്. പക്ഷെ അവൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ പോലെ ക്രിമിനലിന്റെ കൂടെ ഒരിക്കലും കൂടുന്നതല്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ റോക്സ് ഡി സെബക്കിന്റെ ഒരു ബൗണ്ടി പോസ്റ്ററാണ്. ആൻഡ് ഈ പോസ്റ്റർ നമ്മുടെ ബഗ്ഗിയുടെ പോസ്റ്ററായിട്ട് ഒരു സിമിലാരിറ്റി ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് വീഡിയോയുടെ അവസാനം പറയാവുന്നതാണ്. സോ കുറച്ച് മുമ്പ് ഒരു അഡ്മിറലിനെ നമ്മുടെ റോക്സ് ഡിഫീറ്റ് ചെയ്തിരുന്നു. ആൻഡ് ആ ഒരു അഡ്മിറൽ മരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻസിഡൻറ്റ് ഒരു തീയെ പോലെ അവിടെ ആള് കത്തുമായിരുന്നു. കാര്യം അത്രത്തോളം വലിയൊരു കാര്യമാണ് റോക്സ് അവിടെ ചെയ്തിട്ടുള്ളത്, ആരും വിചാരിക്കാത്ത ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻസിഡൻറ്റ് ലോകം മുഴുവൻ അറിയാൻ തുടങ്ങി. കുറച്ച് സമയത്തിന് ശേഷമാണ് അവിടെ ഒരു ഷിപ്പ് അറ്റാക്ക് ചെയ്യപ്പെട്ടത്. ആ ഷിപ്പിൻ്റെ അകത്താട്ടെ മറിയ ജ്യൂസിലേക്ക് ആവശ്യമായ സെലസ്റ്റിയൽ ട്രിബ്യൂട്ട് എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് അത് നശിപ്പിച്ച് ആ ഷിപ്പ് എടുത്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ജസ്റ്റിസ് ഗേറ്റ് നശിപ്പിച്ചുകൊണ്ട് അറ്റാക്കേഴ്സ് അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല ആ ഫണ്ട് കൊണ്ടാണ് പിന്നെ ഭാവിയിലെ റോക്സ് പൈററ്റ്സിനെ സപ്പോർട്ട് ചെയ്തത്. അത്ര നാൾ വേൾഡ് ഗവൺമെന്റിനെ മാത്രം എതിരെ നിന്നുകൊണ്ടിരുന്ന നമ്മുടെ റോക്സ് ഡി സെബക്കി ആ ഒരു ടൈം തൊട്ട് പൈററ്റ്സിനെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ പൈററ്റ്സ് വേൾഡിൽ ഒരു സെർട്ടൈൻ ആയിട്ടുള്ള ഒരു കാര്യമുണ്ടായിരുന്നു, ഒരു ലോങ് സ്റ്റാൻഡിങ് ട്രഡീഷൻ ഉണ്ടായിരുന്നു. അതിനെ വിളിച്ചുകൊണ്ടിരുന്നത് ഡേവി ബാക്ക് ഫൈറ്റ് എന്നായിരുന്നു. ആൻഡ് ഈ ഒരു സംഭവത്തിനകത്ത് പൈററ്റിന്റെ ക്രൂസും ബാക്കിയുള്ളവരും ഒരു സീരീസ് ഓഫ് മാച്ചിൽ പങ്കെടുക്കുന്നതാണ്. എല്ലാം തന്നെ റിസ്ക് ചെയ്തുകൊണ്ട്, ഈവൻ അവരുടെ ക്രൂ മെമ്പേഴ്സിനെ, ഫ്ലാഗ്സിനെ എല്ലാം തന്നെ റിസ്ക് ചെയ്തുകൊണ്ട്. ആൻഡ് റോക്സ് ആട്ടെ ഈ ഒരു ട്രഡീഷൻ യൂസ് ചെയ്തുകൊണ്ട് അവൻ്റെ ക്രൂ തന്നെ ബിൽഡ് ചെയ്തു. അവനൊരു ഫ്ലാഗ് കിട്ടുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ കൂടെ കുറേ പവർ ഹൗസസ് ഉണ്ടായിരുന്നു. ആൻഡ് റോക്സ് ആ ഒരു സമയത്ത് നമ്മുടെ വൈറ്റ് ബിയർഡൊക്കെ പറയുന്നുണ്ട്, നീ എന്തായാലും സൂക്ഷിച്ചോ, കാര്യം അവരുടെ കൂട്ടത്തിൽ ഒരു അമേസിംഗ് ആയ ഗായ ഉണ്ട്, അവനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നീയും തോക്കും. അങ്ങനെയാണ് അവർ എൽബഫിലേക്ക് എത്തുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ എൽബഫിലെ ക്യാൻസലാണ്. അവൻ പറയുന്നുണ്ട്, ഞാൻ അറിഞ്ഞ ഉടനെ തന്നെ ഇവിടേക്ക് തിരിച്ചു വന്നടാ, എന്തായാലും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ലോക്കി, എനിക്കറിയാം നീ സ്ട്രോങ്ങർ ആണെന്ന്, പക്ഷേ നീ ഒരിക്കലും റിലം ഓഫ് ഡെഡിൽ അങ്ങനെ നടക്കാൻ പാടില്ല. നീ ജസ്റ്റ് ലക്കോണ്ടാണ് അതൊക്കെ എസ്കേപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അച്ഛൻ തിരിച്ചു വന്നോ? ശരിക്കും? ഇല്ല, ഇതൊരു കോയിൻസിഡൻസ് ആണ്, ഒരിക്കലും എനിക്ക് വേണ്ടി അച്ഛൻ തിരിച്ചു വരത്തില്ല. അല്ല റോക്സ്, നീ ഇതെന്ത് കാണിക്കുവാണ്? നിന്റെ ക്രൈംസിനെ പറ്റിയൊക്കെ ഞാൻ ഒത്തിരി കേട്ടു, നീ വല്ല കാണിക്കുന്നതിന് വല്ല ബോധമുണ്ടോ? ഹാർൽ, എത്ര നാളാരെ കണ്ടിട്ട് ഞാൻ നിന്നെ ശരിക്കും മിസ് ചെയ്തിരുന്നു. ഹാർൽ, നീ എൻ്റെ ക്രൂവിൽ എന്തായാലും ജോയിൻ ചെയ്യണം. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഈ വേൾഡ് ഗവൺമെന്റിനെ എതിരെ നിൽക്കാവുന്നതാണ്. നിനക്ക് മനസ്സിലായില്ല ഞാൻ പറയുന്നത് എന്നാണെന്ന്? നിനക്ക് വല്ല വട്ടുണ്ടോ? ഞാനൊരിക്കലും നിന്റെ കൂടെ ചേരുന്നതല്ല. ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇത്ര നാൾ ക്രിയേറ്റ് ചെയ്ത എൻ്റെ ഗുഡ് വിൽ എല്ലാം പോകുന്നതായിരിക്കും. എന്താടാ പറയുന്നത്? നീ എപ്പോൾ എന്താ ആ വേൾഡ് ഗവൺമെൻറ് പോസ് ആകാൻ പോകുവാണോ? നിനക്കറിഞ്ഞൂടെ അവരെന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? നിനക്കൊരിക്കലും അവർ ഫ്രണ്ടിൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അവർ ഉറപ്പായിട്ടും നിന്റെ എതിരെ തടയിടുന്നതാണ്. ഒന്നുമില്ലെങ്കിലും നീയൊക്കെ
അവരൊക്കെ ഈ ലോകത്തിൽ തന്നെ വേൾഡ് ഗ്രേറ്റസ്റ്റ് വാരിയേഴ്സ് അല്ലേ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും നിന്റെ എതിരെ വന്നു കഴിഞ്ഞാൽ അവരങ്ങോട്ട് നശിപ്പിച്ച പോരെ. അതൊക്കെ പണ്ട്, അതൊന്നും ഇപ്പോഴല്ല. എൽബഫിൻ്റെ പണ്ടത്തെ കാര്യമാണത്. പിന്നെ ചുമ്മാ മനുഷ്യരാരും ചേഞ്ച് ചെയ്യാറില്ല, അത് നിനക്ക് നന്നായിട്ട് തന്നെ അറിയാം. അത് നിന്റെ ബ്ലഡ് ലിസ്റ്റിലൂടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ വൈറ്റ് ബിയർഡ് പറയുന്നുണ്ട്, നിനക്കൊക്കെ മര്യാദക്ക് ഇടുന്ന് ഇവിടുന്ന് ഫുഡ് കഴിച്ചാൽ പോരെ. ഈ സമയത്ത് ഹാൽ അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്കൊക്കെ വല്ല വട്ടമുണ്ടോ? ഇവൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പോകുന്നതായിരിക്കും. ഇത് കേട്ടുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ഷീക്ക് ചിരിക്കാൻ തുടങ്ങും. എന്നിട്ട് പറയുന്നുണ്ട്, ഇവൻ്റെ പുറകെ ആര് പോണ്? ഞങ്ങളെല്ലാവരും ഇവിടെ ഒറ്റക്കൊറ്റക്കാണ്. അത് മാത്രമല്ല, റോക്സ് മരിച്ച ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ല. അത് പറഞ്ഞത് ഷീക്ക് ദി വിക്കറ്റ് ഫ്യൂച്ചർ ഗോൾഡ് ലയൺ ആയിരുന്നു. ആ ഒരു സമയത്താണ് മറ്റൊരാൾ പറയുന്നത്, അങ്ങനെ പറയാൻ പാടില്ല, അവൻ്റെ പ്ലാൻസ് എങ്ങനെ നോക്കിയാലും ലാഭകരമാണ്. അതുകൊണ്ട് ആ ലാഭം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ നിന്നേ പറ്റത്തുള്ളൂ. അത് പറഞ്ഞത് മറ്റാരുമില്ല, മിസ് ബക്കിനാണ്, ദി ടെക് ബാൻഡിറ്റ്. അവൾ മറ്റാരുമില്ലായിരുന്നു, ബക്കിനം സ്റ്റൂസി ആയിരുന്നു. ഇത് കേൾക്കാറുണ്ട് മറ്റൊരാൾ പറയുന്നുണ്ട്, അല്ല നിങ്ങളെല്ലാവരും ഹച്ചിനൂസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അതറിയപ്പെടുന്നത് പൈരറ്റ് ഐലൻഡ് എന്നാണ്. ഈ ലോകത്തുള്ള എല്ലാ കൺട്രീസിലുള്ള ഏറ്റവും വേഴ്സ്റ്റ് ആയുള്ള ഇൻമേറ്റ്സിനെ അവിടേക്ക് അയക്കാറുണ്ട് ഒരു ശിക്ഷ എന്ന രീതിയിൽ. അത് പറഞ്ഞത് മറ്റാരുമില്ല, ഡോൺ മാർലോൺ. പുള്ളിക്കാരൻ വെസ്റ്റ് ബ്ലൂവിലെ ഒരു ഗ്യാങ്സ്റ്റർ ആണ്. അതാ ഒന്നുമില്ലാത്ത ഐലൻഡ് അല്ലേ, അവിടെ പോയിട്ട് എന്തിനാ? അവിടെ പോയി കഴിഞ്ഞാൽ ഫുഡും ഇല്ല, ഒരു കോപ്പും ഇല്ല, മരണത്തിനെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കേണ്ടി വരും. അത് പറഞ്ഞത് എഡ്വേർഡ് ന്യൂഗേറ്റ് ആയിരുന്നു, ഫ്യൂച്ചർ വൈറ്റ് ബിയേർഡ്. പക്ഷെ കഴിഞ്ഞ വർഷം അവിടെ സർവേ ചെയ്ത എല്ലാവരും കൂടെ ബാൻഡ് ചെയ്യാൻ തുടങ്ങി. അതെന്തുകൊണ്ടായിരിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് പറയുന്നത് പൈരറ്റ് പ്രൊഫൈറ്റുള്ള ഒച്ചോക്കു ആയിരുന്നു. പുള്ളിക്കാരനായിരുന്നു പൈരറ്റ് ഐലൻഡിൻ്റെ ഫ്യൂച്ചറുള്ള കമാൻഡർ. ആ ഒരു സമയത്താണ് മറ്റൊരാൾ പറയുന്നത്, നിങ്ങൾ വിശ്വസിച്ചാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം, ആ ഒരു ഐലൻഡിൽ ഒരു ഷാഡോ ഓർഗനൈസേഷൻ ഉണ്ട്. അവരാണ് ഈ ക്രിമിനൽസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് കുറച്ച് പൈസ ഒക്കെ കൊടുക്കുന്നത് ഈ വേൾഡ് ഗവൺമെൻറ്റിന് എതിരെ നിൽക്കാനായിട്ട്. അതുമാത്രമല്ല, അത് വേൾഡ് ഗവൺമെൻറ്റിന് ഒട്ടും തന്നെ ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. അത് പറഞ്ഞത് ഗ്യാങ്സു ആയിരുന്നു. പുള്ളിക്കാരൻ ഒരു സ്മഗ്ലർ ആയിരുന്നു. അത് കഴിയുമ്പോൾ റോക്സ് പറയുന്നുണ്ട്, ഞാൻ കേട്ടത് ഇപ്പോൾ ആ ഐലൻഡിൻ്റെ അടുത്തേക്ക് ആര് ചെന്നാലും അവിടെയുള്ള ക്രിമിനൽസ് പിടിച്ചു നിർത്തി അവരുടെ തുണി വരെ അഴിപ്പിച്ചിട്ടാണ് വിടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഡീല് വെക്കാൻ പോകുവാണ് വേൾഡ് ഗവൺമെൻറ്റായിട്ട്. ആ ഒരു ഐലൻഡ് ഞാൻ അവർക്ക് പിടിച്ചു കൊടുക്കാമെന്ന് പറയും. പക്ഷേ അതിനായിട്ട് അവരെനിക്ക് പേ ചെയ്യണം. സോ ആ ഒരു പൈസ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ ആ ഒരു സ്ഥലം ഞാൻ ടേക്ക് ഡൗൺ ചെയ്യുന്നതാണ്. ആ ഒരു പൈരറ്റ് ഐലൻഡ് ഞാൻ ടേക്ക് ഡൗൺ ചെയ്യുന്നതാണ്. എന്നിട്ട് അവിടുന്ന് കിട്ടുന്ന പൈസയും സ്വത്തും എല്ലാം ഞങ്ങളുടെ ഇടയിൽ തന്നെ ഞാൻ വീതിച്ചു കൊടുക്കും. പക്ഷേ ഞാൻ എന്തായാലും ചുമ്മാ ആ സ്ഥലം അവർക്ക് തിരിച്ചു കൊടുക്കത്തില്ല. അത് മാത്രമല്ല, ഞാൻ ആ സ്ഥലം ഹച്ചിനോസു ഞാൻ തന്നെ ടേക്ക് ഓവർ ചെയ്യും. ഈ മണ്ണന്മാരില്ലേ എൻ്റെ പുറകിലുള്ള ഇവരെ എല്ലാവരെയും കൊണ്ട്. ആൻഡ് അത് ഞാനൊരു പാരഡൈസ് ആക്കി മാറ്റും, പൈററ്റ്സിൻ്റെ പാരഡൈസ്. ആ ഒരു സമയത്ത് ഗവൺമെൻറ്റ്സിനും മറൈൻസിനും ഒരു കുന്തോ കിട്ടാതെ ഒരു ക്ലൂലെസ് ഡോഗിനെ പോലെ നോക്കിക്കൊണ്ട് നിൽക്കാനേ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇതെല്ലാം ഒരു തുടക്കം മാത്രമാണ്. കാര്യം അത് കഴിയാനിർത്ത് ആ ഒരു ഐലൻഡ് എൻ്റെ ബേസാക്കി നിർത്തിക്കൊണ്ട് ഞാൻ ആ നേവിനെ നശിപ്പിക്കും, ഹോളി ലാൻഡ് കത്തിക്കും, എല്ലാത്തിനും തകർത്ത് തരിപ്പണമാക്കും. എന്നിട്ട് ഈ ലോകത്തിൻ്റെ തന്നെ രാജാവായിട്ട് ഞാൻ മാറും. ഇതെല്ലാം കേട്ടുകൊണ്ട് ലോക്കി ആശ്ചര്യത്തോടെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഈ സമയത്ത് ഹാൾ പറയുന്നത്, പക്ഷേ നിങ്ങളുടെ എനിമീസ് ശരിക്കും വലുതല്ലേ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നീ ഈ ഹോൾ പ്ലാനറ്റായിട്ടായിരിക്കും ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനെന്താണ് ഹാൾ, നിനക്കറിഞ്ഞൂടെ ഈ ലോകത്ത് അവസാനമല നിലനിൽക്കുന്ന ഒരു ശക്തി പോലും ഇല്ല. അതുകൊണ്ട് നീ എൻ്റെ ഒപ്പം കൂട്. നമ്മൾ രണ്ടുപേരും ടീമപ്പായി കഴിഞ്ഞാൽ നമ്മളെ ആർക്കും തന്നെ തോൽപ്പിക്കാൻ സാധിക്കുന്നതല്ല. എടാ, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞ് എന്നെ നീ ഇൻവൈറ്റ് ചെയ്യണ്ട, ഞാൻ ഇവിടുത്തെ രാജാവാണ്, അതിനെന്താണ് കുഴപ്പം? ഈ സമയത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് ലോക്കി നിൽപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ശരിക്കും സന്തോഷമായി. കാര്യം മൊത്തമൊന്നുമില്ല, ലോക്കി അവൻ്റെ സാൽവേഷൻ അവസാനം കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ 4 വർഷം കടന്നുപോയി. ഈ 4 വർഷം ന്യൂമറസ് ആയുള്ള ഇൻവിറ്റേഷനാണ് നമ്മുടെ ഹാർലിന് റോക്സിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയത്. പക്ഷേ ഹാർലാട്ടെ അതെപ്പോഴും റിജക്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ അവസാനം റോക്സിൻ്റെ പ്ലാൻ എല്ലാം കൂടെ റെഡി ആയിട്ട് വന്ന ആ ഒരു ടൈം എത്തി. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. അതായത് എൽബഫിൽ നിന്ന് നേരെ നമ്മുടെ ഹജിനോസിലേക്ക് പോയിട്ടുണ്ട്. അത് മാത്രമല്ല, ആ ഒരു പോക്ക് ഈ ലോകത്തിനെ മുഴുവൻ വിറപ്പിക്കുന്നതായിരുന്നു. ഒരു ഷോക്ക് വേവ് തന്നെ ഈ ലോകത്തിന് ചുറ്റും അവൻ അയച്ചു. അത് മാത്രമല്ല, അന്ന് അവിടെ റോക്സ് പൈലറ്റ്സ് ജനനം കൊണ്ട്, ചുരുക്കം പറഞ്ഞ റോക്സ് എന്ന് പറഞ്ഞ ഒരു ലെജൻഡ് ജനനം കൊണ്ടു. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, ഇനി എനിക്ക് പറയാനുള്ളത് 2 കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്കറിയാവുന്നതാണ് റോക്സ് ഇപ്പോൾ ജീവനോടെ ഇല്ലെന്നുള്ളത്. ഇനി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, റോക്സ് നമ്മുടെ ഇമ്മുനെ കാണാൻ പോയ ടൈമിൽ ആ ഒരു ഫ്ലവർ റൂമിൽ വെച്ച് ആ ഒരു ഇമ്മുൻ്റെ റൂമിൽ പ്രത്യേകിച്ച് സോഡ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. പക്ഷേ നമ്മൾ തന്നെ കണ്ടതാണ് റോക്സിൻ്റെ സോഡിൻ്റെ സ്റ്റൈല്. ആൻഡ് ഇനി പറയാനുള്ളത്, വർഷങ്ങൾക്ക് ശേഷം ഈ ഇടയ്ക്ക് ആനിമിലൊക്കെ വന്നപ്പോൾ ആ ഒരു ഫ്ലവർ റൂം കാണിക്കാൻ നേരത്ത് അവിടെ ഒരു സോഡ് ഇരിപ്പുണ്ട്. മേ ബി ഈ ഒരു സോഡ് നമ്മുടെ റോക്സിൻ്റെതായിക്കൂടെ.
ഗോഡ്വേലി വെച്ചുകൊണ്ട് നമ്മുടെ റോക്സിനെ റോജറും ഗാർപ്പും കൂടെ ചേർന്ന് ഡിഫീറ്റ് ചെയ്തിരുന്നു. അത് കഴിയുമ്പോൾ റോക്സിനെ ചിലപ്പോൾ വേൾഡ് ഗവൺമെൻറ്റിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത് കഴിയുമ്പോൾ ഇമോവനെ കൊന്നിട്ട് ആ ഒരു സോഡ് ഒരു മെമൻറ്റോ പോലെ പുള്ളിക്കാരെ സൂക്ഷിക്കുന്നതാണെങ്കിലോ. ഇനി പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം. ഈ ഒരു കാര്യം ചാപ്റ്റർ 1154 തൊട്ട് പറയുന്നതാണ്. അതായത് റോക്സിന് 2 മക്കളെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ബ്ലാക്ക് ബീഡും മറ്റൊന്ന് നമ്മുടെ ബഗ്ഗിയാണെന്നാണ് പറയപ്പെടുന്നത്. കാര്യം ആദ്യമായിട്ടാണ് ഓട ഇതുപോലെ താഴത്ത് ഇങ്ങനെ ഒരു നറേഷൻ തന്നുകൊണ്ട് ഒരു അച്ഛനെ ഒരു മകനെ പരിചയപ്പെടുത്തുന്നത്. അത് മാത്രമല്ല നമ്മൾ കണ്ടതുപോലെ തന്നെ റോക്സിൻ്റെ 1 സൈഡ് മാത്രമാണ് നമ്മുടെ ബ്ലാക്ക് ബീഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മറ്റേ സൈഡ് ക്ലിയർലി ബഗ്ഗിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എങ്കിൽ കൂടെ ഇതിന് കുറച്ചുകൂടെ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യം ഈ ഒരു ചാപ്റ്ററിൽ വന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, റോക്സിൻ്റെ ആ ഒരു വാണ്ടഡ് പോസ്റ്ററാണ്. അതിൻ്റെ അകത്ത് റോക്സ് നിൽക്കുന്ന ഒരു സ്റ്റൈൽ കണ്ടോ. ആൻഡ് ഈ ഒരു എക്സാക്ട് സ്റ്റൈലിൽ തന്നെയാണ് ബഗ്ഗി അവിടെ നിൽക്കുന്നത്. മേ ബി ബഗ്ഗിയും ബ്ലാക്ക് ബീഡും ചിലപ്പോൾ ഒരു ബ്രദേഴ്സ് ആയിരിക്കും. ഡയറക്റ്റ് ബ്രദേഴ്സ് അല്ല, നമ്മുടെ ഹാറിലെ ലോക്കിനൊക്കെ പോലെ തന്നെ ഒരു ബ്രദേഴ്സ് ആകാനും ചാൻസ് വളരെ കൂടുതലാണെന്ന് ഇന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഓടെ ചുമ്മാ എന്തായാലും ഇതേപോലെ ഒന്നും വരക്കാറില്ലെന്ന് നമുക്ക് നന്നായിട്ട് തന്നെ അറിയാം. സോ ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെയും അതേപോലെ എനിക്ക് തോന്നിയ 2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എന്തായാലും അടുത്ത വീക്ക് ബ്രേക്കാണ്. സോ അടുത്ത വീക്ക് വീണ്ടും കാണാം.